നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നല്ല. ഇന്നൊരു പത്രത്തിലൊരു ഒരു വാർത്ത കണ്ടു. ഒരു ഫോട്ടോയും അടിക്കുറിപ്പും അടക്കം. പൊതുസ്ഥലത്തെ മാലിന്യം തള്ളൽ പരിശോധന ശക്തമാക്കും. എന്നിട്ട് ഫോട്ടോസും കൊടുത്തിരിക്കുന്നു. മാലിന്യം പൊതുസ്ഥലത്ത് തള്ളിയിട്ടുള്ള കണ്ണാടി പഞ്ചായത്തിലും അതുപോലെ പെരുവമ്പ് പഞ്ചായത്തിലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാലിന്യങ്ങളൊക്കെ എവിടെ കൊണ്ടുവിടും? അതൊന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ? ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. എല്ലാവിടെയും ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ എല്ലാ മാസം തോറും പോലീസ് പരിശോധന ശക്തമാക്കുന്നു. അതുപോലെ MVD അത് പരിശോധന ശക്തമാക്കുന്നു. ലൈസൻസ് ഇല്ലെങ്കിൽ അവർ ലൈസൻസ് പിഴ അടക്കുന്നു. അതിനെല്ലാം ഇഷ്ടംപോലെ ക്യാമറ വയ്ക്കുന്നു. ആ ക്യാമറ വയ്ക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് മാലിന്യം ഇടാനുള്ള സൗകര്യം ചെയ്തുകൂടാ? എന്നിട്ട് പൊതുജനങ്ങളോട് അവിടെ ഇടാൻ പറയൂ. എന്നിട്ട് അവിടെ ഇട്ടില്ലെങ്കിൽ അതിന് പിഴയിടാം. അല്ലാതെ എവിടെ കൊണ്ടിടും? അത് പഞ്ചായത്ത് അധികൃതർ, മറ്റ് ഗവൺമെൻറ് എല്ലാ അധികൃതരും, പഞ്ചായത്ത് ഗവൺമെൻറ് ഉൾപ്പെടെ, സർക്കാർ ഉൾപ്പെടെ ഉള്ള പ്രതിനിധികൾ പറഞ്ഞു തരും. അതെല്ലാം എവിടെ കൊണ്ടിടും? അതെല്ലാം ഞാൻ ഈ പുതുപ്പുരായൻ പഞ്ചായത്തിലെ MCF അതായത് ഹരിതകർമ്മസേന കളക്ട് ചെയ്തിട്ടുള്ള മാലിന്യങ്ങൾ രണ്ടവിടത്തുള്ള അവരെ എവിടെ ഇട്ട് നോക്കാം. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്ഷമിക്കാൻ മാലിന്യമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ കവറുകളാണ്. അത് എവിടെ കൊണ്ടിട്ടിരിക്കുന്നു നോക്ക്. അപ്പോൾ ഇതിനൊരു കുഴപ്പമില്ല, ഇതിന് പരാതിയില്ല. ഇതിന് പഞ്ചായത്ത് അധികൃതർക്ക് ഒരു കുഴപ്പമില്ല. പണ്ട് ആളുകൾ പഴയ കാരണവന്മാരൊരു പഴഞ്ചൊല്ല് പറയും, കാരണവന്മാർക്ക് അത് വയസ്സായ ആളുകൾക്ക് അടുപ്പിലും കാര്യം സാധിക്കാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് പഴയ കാരണവന്മാർക്ക് അടുപ്പിലും തൂറാം എന്നൊരു പഴഞ്ചൊല്ല്. അതുപോലെയാണ് ഇവർക്ക് എന്തും ആകാം എന്നുള്ളതാണ്. അതുപോലെ ക്യാമറ പഞ്ചായത്ത് ക്യാമറ വെച്ചിരുന്ന് നോക്കും, എവിടെ വെച്ചിരുന്ന് നോക്കാം, അതും കൂടി നോക്കാം നമുക്ക്. ക്യാമറ. അപ്പോൾ ഇത് എന്തായാലും ഇവർക്ക് ഈ ഒരു പൊതുസ്ഥലത്ത് ഒരു മാലിന്യം കൊണ്ട സ്ഥലം ഇട്ട് അവിടെ നിക്ഷേപിക്കാൻ പറയും.
എന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് ആഴ്ച ഒരു കറക്റ്റ് വേണ്ടി അത് സംസ്കരിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. അല്ലാതെ ക്യാമറ കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ മാറ്റിയിട്ട് മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല, നിങ്ങൾ പിഴ ഈടാക്കും എന്നൊക്കെ പറയുന്നു. എല്ലാത്തിനും നിയമം ഞാൻ പറഞ്ഞു. പോലീസുകാർക്ക് മാസം ഇത്ര ടാർഗറ്റ് കൊടുക്കുന്നു, MVDക്കാർക്ക് ഇത്ര ടാർഗറ്റ്, ഒരു മാസം ഇത്ര കളക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ പുതിയത് ഹരിതകർമ്മസേന ഇവർക്ക് എന്താ പറയുക, കുടുംബശ്രീകാർക്ക് ലോൺ കിട്ടണമെങ്കിൽ അവർക്ക് ലോൺ പാസ്സാകണമെങ്കിൽ ഈ ചെയർപേഴ്സൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ്. അത് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്തിട്ടുള്ള ഫുൾ എമൗണ്ട് കൊടുത്ത് മാത്രമേ അവർക്ക് ലോൺ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കില്ല. അല്ലെങ്കിൽ ഈ എത്ര മാസം കൊടുക്കാണ്ട് ആ എമൗണ്ട് എല്ലാം കൊടുത്ത ശേഷം മാത്രമേ ലോൺ കൊടുക്കുള്ളൂ. അങ്ങനെ നിയമമുണ്ട്. അത് ഗവൺമെൻറ് ഉത്തരവാദിത്തം എനിക്കറിയില്ല. അതെല്ലാം നിയമം കൊണ്ടുപോകും. ഇതിനെന്തുകൊണ്ട് നിങ്ങൾക്ക് നിയമം കൊണ്ടുവന്നുകൂടാ? ഈ പ്ലാസ്റ്റിക്, ഈ മാലിന്യം സംസ്കരിക്കാൻ പൊതു സ്ഥലത്ത് ഇടാൻ കൊണ്ട് പൊതു സ്ഥലത്ത് ഒരു MCF പോലെ സംവിധാനം കൊണ്ടുവന്നുകൂടാ? എന്നിട്ട് അതെടുത്തിട്ട് ആഴ്ചയ്ക്ക് കൊണ്ടുപോയി കളക്ട് ചെയ്ത് ഹരിതകർമ്മ സേനയെ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ സംവിധാനം കൊണ്ടുണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് സാധനം കൊണ്ട് എടുക്കുന്നില്ല? ഇതിനെല്ലാം ബാക്കി എല്ലാത്തും നിയമം കൊണ്ടുവരുന്നു. ഇൻകം കിട്ടുന്ന പൈസ കിട്ടുന്ന കാര്യം മാത്രമാണോ നിങ്ങൾക്ക് ശ്രദ്ധ? ബാക്കിയൊന്നും ശ്രദ്ധ വേണ്ട. ഈ പൊതുപ്രവർത്തകർക്ക് ഇതൊന്നും കാണില്ല. ഇവർക്കൊന്നും പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർക്ക് അവരുടെ കണ്ണൊക്കെ മൂടി പൊട്ടിപ്പോയവർക്കെല്ലാം അവരുടെ കണ്ണൊക്കെ അവർക്കിതൊന്നും അറിയണ്ട. രാഷ്ട്രീയക്കാർക്ക് തന്നെ, എല്ലാ രാഷ്ട്രീയക്കാരും, BJPക്കാർ, കോൺഗ്രസ്സുകാർ, CPM, എല്ലാ രാഷ്ട്രീയക്കാരും അവർക്ക് ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. ഒരു പഴയ ശ്രീനിവാസൻ പടത്തിൽ പറയുന്ന പോലെ എന്താ പറയുക, ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. അത് ഉറപ്പുള്ള കാര്യമാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തന്നെ. എല്ലാവരും BJPക്കാരും CPMക്കാരും കോൺഗ്രസ്സുകാരും വൈകുന്നേരം ഇവർക്കെല്ലാം ഒരു അന്തർധാരയുണ്ട്. സാധാരണ അണികൾ ജനങ്ങളെ പൊട്ടന്മാരാക്കാണ്. അല്ലാതെ ഇത് എവിടെ കൊണ്ടിടുന്നതാണ്? അതുപോലെ പുതുപ്പുരം പഞ്ചായത്ത് 10 വർഷം മുമ്പ് വരെ ജനങ്ങൾക്ക് മാലിന്യം കൊണ്ടിടാൻ, വേസ്റ്റുകൾ കൊണ്ടിടാൻ ഒരു സംവിധാനം ചെയ്തു വെക്കുകയാണ്. അതിപ്പോൾ എടുത്തു കൊണ്ടുവരിക്കുന്നു. എന്നിട്ട് അവൻ പൈസ വീടുകളിൽ നിന്ന് 100 രൂപ എന്ത് പൈസ ഈടാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. സംസാരിച്ചപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം 10 വർഷം മുമ്പ് വരെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാലിന്യം കൊണ്ടിടാൻ, വേസ്റ്റുകൾ കൊണ്ടിടാൻ ഒരു സ്ഥലം, ഒരു തൊട്ടി പോലെ സംവിധാനം ചെയ്തിരുന്നു. അതിപ്പോൾ എടുത്തു കളഞ്ഞു എന്നാണ്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പൊതുസ്ഥലത്ത് എങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടിടാൻ പറ്റുന്ന ഇത് വെക്കാൻ പാടില്ല. ഈ വേസ്റ്റ് കൊണ്ടിടാൻ പറ്റുന്ന ഒരു തൊട്ടി പോലുള്ള, കൊട്ട പോലുള്ള അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടിടാൻ പറ്റുന്ന സാധനങ്ങൾ പൊതുസ്ഥലത്ത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് അതെടുത്തത്? അപ്പോൾ അതൊരു സംവിധാനം അത് തുടർന്ന് കൊണ്ടുപോയിക്കൂടെ? അത് തുറന്നു കൊണ്ട് എത്ര നന്നായിരിക്കും. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ ക്യാമറ കാര്യം മറ്റു പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു അവർ ക്യാമറയ്ക്ക് മുമ്പ് വരാൻ തയ്യാറില്ല. അയാൾ പറഞ്ഞെന്താ അറിയോ, ഇനി സാധാരണ ജനങ്ങളുടെ അണ്ടർവെയറിൻ്റെ അടിയിൽ മാത്രമേ ക്യാമറ വെക്കാനുള്ളൂ എന്നാണ്. ബാക്കി എല്ലാവരുടെയും ക്യാമറ ഉണ്ടെന്ന് പറയുന്നത്. അതായത് ശരിയാണ്, എനിക്കും തോന്നുന്നു ശരിയാണ്. സാധാരണ ജനങ്ങളിൽ എത്രത്തോളം ചെയ്യാൻ അത്രത്തോളം മാക്സിമം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാം. ഇത് ഞാൻ സർക്കാരിനെ ആരും വിമർശിക്കുകയല്ല. എൻ്റെ ഒരു പൗരൻ എന്ന നിലയ്ക്കും ഒരു മാധ്യമപ്രവർത്തകൻ നിലയ്ക്കും എൻ്റെ അഭിപ്രായമാണ്. ശരിയാണ്. അദ്ദേഹം ആ വ്യക്തി പറഞ്ഞ ആ ചേട്ടൻ പറഞ്ഞ ശരിയാണ്. ഇനി സാധാരണ ജനങ്ങളുടെ അണ്ടർവെയറിൻ്റെ അടിയിൽ മാത്രം ക്യാമറ വെക്കാനുള്ളൂ, ബാക്കി എല്ലാവരുടെയും ക്യാമറ വെച്ചു. എല്ലാം ശരിയാണ്. എത്ര ക്യാമറയില്ലേ ഇതിന്? ഈ പൊതുസ്ഥലത്ത് ഒരു സംവിധാനം ചെയ്തുകൂടെ? എന്നിട്ട് ഹരിതകർമ്മസേനയെ കൊണ്ട് അതല്ലെങ്കിൽ അതുപോലെ മറ്റൊരു സംവിധാനം കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിൽ മാലിന്യം നിക്ഷേപിക്കാൻ പറയൂ. അതിനുശേഷം അതും ആ മാലിന്യം കൊണ്ടുവയ്ക്കാനുള്ള ബോക്സ് അതിൽ പെട്ടി കൊണ്ടുവച്ചിട്ട് അതിലിട്ടില്ലെങ്കിൽ അതിൽ പിഴ ഈടാക്കൂ. പഞ്ചായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പൊതുസ്ഥലങ്ങൾ മാലിന്യങ്ങൾ ഇടുന്ന കണ്ടാൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം, നിങ്ങൾക്ക് 2500 രൂപ എത്ര സമ്മാന തുക കിട്ടുന്നു. ഇതിലെന്താ കാര്യം ഒന്ന് പറയുമോ? ഇതിലെന്താ കാര്യം? ഇതൊന്നും ഒരു സംവിധാനം ചെയ്താൽ കുറേ സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ശരിയാണ്. ഇനി മനുഷ്യന്മാരുടെ അണ്ടർവെയറിൻ്റെ അടി മാത്രമേ ഉള്ളൂ, സാധാരണ ജനങ്ങളുടെ അണ്ടർവെയറിൻ്റെ അടി മാത്രമേ ഉള്ളൂ ക്യാമറ വയ്ക്കാനുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പറയാൻ വയ്യ. ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ. വളരെ കഷ്ടമല്ലേ? ഇതിനെതിരെ ഒരു പൊതുപ്രവർത്തകർ പറഞ്ഞ വ്യക്തികളോ, ഒരു പാർട്ടി BJPക്കാരോ BJPൻ്റെ മെമ്പർമാരോ കോൺഗ്രസ് മെമ്പറോ ഒരാൾ പോലും പ്രതികരിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, മനുഷ്യാവകാശ പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. ഇവർക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ വരുന്നത്. ഇതല്ല എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ നമ്പർ 1 കേരളമാണ്. ഇതല്ല ദൈവത്തിന് സ്വന്തം നാടാ പറയുന്നത്. ഇത്ര അതപ്പതിച്ച് പോയ നമ്മുടെ നാടൊക്കെ.
അതുപോലെ പോലീസുകാർക്കും അതുപോലെ എം പി ഡിക്കാർക്കും ഈ മാസം ടാർഗറ്റ് ഉണ്ട് എന്ന് പറയുന്നത് എവിടെ എനിക്ക് ഒരു കേട്ടറിവ് മാത്രമാണ്. അതെനിക്ക് വ്യക്തതയില്ല. ഞാനൊരു പത്രത്തിലോ ഒരു ആർട്ടിക്കൽ പത്രവാർത്തയിലോ ഒരു മാധ്യമ ചാനൽ വാർത്തയിലോ ചാനലിലോ കണ്ട പോലെ എനിക്ക് ഓർമ്മ മാത്രമാണ്. അത് എത്രത്തോളം വ്യക്തതയുണ്ട്, എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അതിന് ടാർഗറ്റ് ഉണ്ട് എന്ന് എനിക്കൊരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതിനൊരു വ്യക്തതയില്ല. നന്ദി, നമസ്കാരം. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.